ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഗുരുത്വാകർഷണം. ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം ഗുരുത്വാകർഷണം എന്താണെന്ന് അല്ലേ? ചെറിയ ക്ലാസ് തുടങ്ങി നിങ്ങൾ പഠിക്കുന്നതാണ്. ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണ് കുട്ടികൾ ക്ലാസ് റൂമിലിരുന്ന് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ന്യൂസ് ഒന്ന് നോക്കാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെയും ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലത്തെയും അതിജീവിച്ച് ചന്ദ്രനിൽ ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ന്യൂസ് വളരെയധികം അഭിമാനം നൽകുന്നതാണല്ലേ. ഇതുപോലൊരു ന്യൂസ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ കുട്ടികൾ പറയുന്നത്, എത്ര കൃത്യതയോടെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഈ പേടകം ചന്ദ്രനിൽ ഇറക്കിയത്? ചന്ദ്രനിലുമുണ്ടോ ഗുരുത്വാകർഷണം? അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഉണ്ടോ എന്ന്. ഭൂമിയിൽ ഗുരുത്വാകർഷണം ഉണ്ടോ നമുക്കറിയാം അല്ലേ. ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഉണ്ടോ എന്നാണ് കുട്ടിയുടെ സംശയം. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു സംശയം? നിങ്ങൾക്കറിയാം അല്ലേ ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല. മുകളിലേക്ക് എറിയുന്ന എല്ലാ വസ്തുക്കളും താഴേക്ക് തന്നെയാണ് പതിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഫലവൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളായാലും ഇലകളായാലും എല്ലാതും ഭൂമിയിലേക്കാണ് പതിക്കുന്നത്. മുകളിലേക്ക് എറിയുന്ന കല്ലും കൊഴിഞ്ഞുപോയ പക്ഷിത്തൂലുമെല്ലാം ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. ഇവയ്ക്ക് പതിക്കാൻ ആവശ്യമായിട്ടുള്ള ബലം എവിടെ നിന്നാണ് ലഭിച്ചതെന്ന്? എവിടെ നിന്നായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്നും അല്ലേ. ഭൂമിയുടെ നാനാഭാഗത്തുമുള്ള കിണറുകളിൽ കല്ലുകൾ ഇടുന്നതായി സങ്കല്പിച്ചു നോക്കൂ. കല്ലുകൾ ആകർഷിക്കപ്പെടുന്നത് കിണറുകളുടെ അടിത്തട്ടിലേക്കല്ലേ? അതെ. ഭൂമിയുടെ മറുവശത്തുള്ളവർ ഭൂമിയിൽ നിന്നും വീണു പോകുന്നില്ലല്ലോ. ഭൂമിയുടെ ആകർഷണമല്ലേ ഇതിന് കാരണം? അതേലോ. അപ്പോൾ ഭൂമിയുടെ ആകർഷണം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഭൂമിയിൽ ഇങ്ങനെ നടക്കുന്നത് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവരും പറന്ന് നടക്കും. നല്ല രസമായിരിക്കും അല്ലേ പറന്ന് നടക്കുമ്പോൾ. പക്ഷേ ഭൂമിയുടെ ആകർഷണ ബലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ സുഖമായിട്ട് നടക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ആകർഷണ ബലം അളക്കുവാൻ കഴിയുമോ? എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു. ഇതിൻ്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലത്തെയാണ് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തത് ഒരു പ്രവർത്തനമാണ് ചെയ്യാനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ആ സ്പ്രിംഗ് ബാലൻസിൻ്റെ ഒരറ്റം ജനലിൻ്റെ കമ്പിയിൽ ഉറപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ കൊളുത്തു ഭാഗത്ത് നമ്മൾ കൈ പിടിച്ച് വലിക്കുക. വലിക്കുന്ന സമയത്ത് സ്പ്രിംഗ് ബാലൻസിൽ ഒരു റീഡിങ് കാണിക്കും. ആ ഒരു റീഡിങ് ആയിരിക്കും നമ്മൾ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്ന്? ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഇനി സ്പ്രിംഗ് ബാലൻസിൽ 100 ഗ്രാമിൻ്റെ ഒരു തൂക്കുകട്ടി കൊളുത്തിയിടുക. സ്പ്രിങ്ങിന് വലിവുണ്ടായത് എന്തുകൊണ്ടായിരിക്കും? സ്പ്രിങ്ങിന് വലിവുണ്ടായത് എന്തുകൊണ്ടായിരിക്കും? സ്പ്രിങ്ങിൽ ഒരു ബലം അനുഭവപ്പെടുന്നത് കൊണ്ട്. 100 ഗ്രാം മാസിനെ ഏത് ബലമാണ് താഴേക്ക് വലിച്ചത്? അതായത് സ്പ്രിംഗ് ബാലൻസിൽ അനുഭവപ്പെടുന്ന താഴേക്കുള്ള ബലം എന്ന് പറയുന്നത് ഭൂമി പ്രയോഗിച്ച ബലമായിരിക്കും. സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എത്ര? അതായത് സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 100 ഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ 0.98 ന്യൂട്ടൺ ആയിരിക്കും. ഇത് 1 ന്യൂട്ടണ് തുല്യമായിരിക്കും. ഏകദേശം 1 ന്യൂട്ടൺ തുല്യമായിരിക്കും. ഇത് വസ്തുവിനെ ഭൂമി ആകർഷിച്ച ബലം ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഒരു ബലം എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ 0.98 ആയിരിക്കും. ഈ ആകർഷണ ബലം എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അതായത് ഈ ആകർഷണ ബലത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 100 ഗ്രാം മാസിന് പകരം 200 ഗ്രാം മാസുള്ള തൂക്കുകട്ടി ഉപയോഗിച്ചിട്ട് പരീക്ഷണം ആവർത്തിക്കുക. സ്പ്രിംഗ് ബാലൻസിൽ കൂടുതൽ വലിവ് ബലം അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കും? ആദ്യം 100 ഗ്രാമിൻ്റെ കട്ടിയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് വന്നപ്പോഴോ 200 ഗ്രാമായി. അപ്പോൾ 100 ഗ്രാമിനേക്കാളും കൂടുതൽ വലിവ് രണ്ടാമത് 200 ഗ്രാം ഇട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് കാരണം ചോദിച്ചത് എന്താ? ഭൂമി പ്രയോഗിച്ച ബലം കൂടുതലായതുകൊണ്ട്. അതായത് കൂടുതൽ വെയിറ്റ് ഉള്ളതനുസരിച്ച് ഭൂമി കൂടുതൽ പിടിച്ചു വലിക്കും. ഓക്കെ അല്ലേ. മാസ് കൂടുമ്പോൾ ആകർഷണ ബലത്തിന് എന്തു സംഭവിക്കുന്നു? മാസ് കൂടുമ്പോൾ ആകർഷണ ബലവും കൂടും. അങ്ങനെയെങ്കിൽ ആകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? അപ്പോൾ നമുക്ക് പറയാം ഏത് ഘടകമാണ്? മാസാണെന്ന് പറയാം അല്ലേ. ഒരു ഘടകം എന്ന് പറയുന്നത് മാസാണ്. മാസ് മാത്രമായിരിക്കുമോ ആകർഷണ ബലത്തെ സ്വാധീനിക്കുന്നത്? അപ്പോൾ ഇനി വേറെ ഏതൊക്കെയോ ഘടകങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഒരു വസ്തു ഭൂമിയുടെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുമ്പോഴുള്ള ആകർഷണ ബലമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം, അതായത് ഉപരിതലത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ഉയരം 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആകർഷണ ബലം എന്ന് പറയുന്നത് 980 ന്യൂട്ടൺ ആണ്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് 1,00,000 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ അതിന്മേൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലം 950 ആണ്. ഇനി 10 ലക്ഷം ആകുമ്പോഴോ 730 ആണ് അല്ലേ. ഇനി ഈ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. 100 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ടത് എവിടെ വെച്ച്?
ഉപരിതലത്തിൽ വെച്ചിട്ട് 1,00,000 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് 10,00,000 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് എവിടെ വെച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെട്ടത്? ഉപരിതലത്തിൽ വെച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെട്ടത് അല്ലേ? 980 വന്നിട്ടുണ്ട്. ഇനി ഭൂമിയിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എങ്ങനെയായിരിക്കും? ഭൂമിയിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ചിട്ട് ആകർഷണ ബലം കുറയുന്നു. ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ 3 പോയിന്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, അടയാളപ്പെടുത്തി വയ്ക്കുക, പഠിക്കുക. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അറിയാലോ, വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആകർഷണ ബലവും കൂടുന്നു എന്ന്. അതായത് വസ്തുവിൻ്റെ മാസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലവും കൂടുതലായിരിക്കും. വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ചിട്ട് ആകർഷണ ബലം കുറയാണ് ചെയ്യുന്നത്. ഭൂമി മാത്രമാണോ ഇത്തരത്തിൽ ആകർഷണ ബലം പ്രയോഗിക്കുന്നത്? ഇനി നമുക്കത് നോക്കാം. ഭൂമിയിൽ ഉണ്ടാകുന്ന വേലിയേറ്റം, വേലിയിറക്കം എന്നിവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുഴയിലായാലും കടലിലായാലും വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കൂടും അല്ലേ? വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കൂടും, വേലിയിറക്കം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കുറയും. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പ്രഭാവമാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ ബലം പ്രയോഗിക്കുമെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റു ഗോളങ്ങൾ തമ്മിലും പരസ്പരാകർഷണ ബലം ഉണ്ടാകില്ലെന്ന്. എന്തായാലും ഉണ്ടാവും അല്ലേ? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്ന ഒരു ആശയത്തിൽ നിന്നാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണത്തെക്കുറിച്ച് സമഗ്രമായ ഒരു നിയമം ആദ്യമായി ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. അപ്പോൾ നമുക്കിനി നോക്കാം സാർവിക ഗുരുത്വാകർഷണ നിയമം എന്താണെന്ന്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണബലത്തിന് നേർ അനുപാതത്തിലും അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ എന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വസ്തുക്കളുടെ മാസും അവ തമ്മിലുള്ള അകലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിയമമാണ് ഇത് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അതേപോലെ തന്നെ അവയുടെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവാക്യം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. M1 M2 എന്നീ മാസുള്ള രണ്ട് വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തമ്മിൽ d അകലമുണ്ടെങ്കിൽ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം F ആണെന്ന് കരുതുക. ഇവിടെ രണ്ട് വസ്തുക്കൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മാസ് M1 ഉം M2 ആണ്. ഇനി അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് d ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവ തമ്മിലുള്ള ആകർഷണ ബലം. നമുക്ക് ആകർഷണ ബലമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ന്യൂട്ടൺ പറഞ്ഞേക്കുന്നത് എന്താ? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആ ആകർഷണ ബലം കണ്ടുപിടിക്കണം. അതാണ് F എന്ന് പറയുന്നത്. ആ ആകർഷണ ബലം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളുടെ മാസിൻ്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണ്. അതാണ് F അനുപാതം M1 × M2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ? F അനുപാതം 1/d². അതായത് ഈ ആകർഷണ ബലം എന്ന് പറയുന്നത് അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. വിപരീത അനുപാതം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 1/d² വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമവാക്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ F അനുപാതം M1 M2/d² എന്ന് കിട്ടും. ഇനി നമുക്ക് ആ അനുപാത ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പകരം ഒരു സ്ഥിരസംഖ്യ കൊടുക്കുകയാണ് g എന്ന് പറയുന്നത്. അതായത് F = g × M1 M2/d². അനുപാത ചിഹ്നം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ഥിരസംഖ്യയായിട്ടുള്ള g കൊടുത്തിരിക്കുന്നത്. അപ്പോൾ g എന്ന് പറയുന്നത് ഒരു ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിനൊരു വിലയുണ്ട്. ആ വിലയാണ് 6.67 × 10⁻⁻11 ന്യൂട്ടൺ m²/kg² ആണ് ജിയുടെ മൂല്യം. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ജിയുടെ മൂല്യം തുല്യമായിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എല്ലായിടത്തും തുല്യമാണ്. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. 1 കിലോഗ്രാം മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം g ന്യൂട്ടൺ ആയിരിക്കും. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. വസ്തുക്കളുടെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് എത്രയായിരിക്കും? g ന്യൂട്ടൺ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4.2 എന്ന് പറയുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതൊന്നും പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ടേബിൾ തന്നിരിക്കുന്നത്. ഇതിൽ വസ്തുക്കളുടെ മാസ് തന്നിട്ടുണ്ട്. M1 എന്ന് പറയുന്നത് 5ഉം M2 എന്ന് പറയുന്നത് 10ഉം. വസ്തുക്കൾ തമ്മിലുള്ള അകലം
ഡി എന്ന് പറയുന്നത് 2ആണ്. അപ്പം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് കണ്ടുപിടിക്കണം. അതായത് ജി ഇൻറ്റു M1 M2/d². ഇവിടെ M1 എന്ന് പറയുന്നത് 5 എടുത്തിട്ടുണ്ട്, M2 എന്ന് പറയുന്നത് 10 ബൈ d² എന്ന് പറയുന്നത് 2a². അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 50/4 കിട്ടും. അപ്പോൾ നമുക്കിതിൽ 12.5 ആദ്യത്തെ പരസ്പരാകർഷണ ബലം കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. M1 എന്ന് പറയുന്നത് 10, M2 എന്ന് പറയുന്നത് 10, ഡി എന്ന് പറയുന്നത് 2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 10 × 10 ബൈ d². 2 × 2. മുകളിലത്തെ 10 2 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും അല്ലേ. 5 × 5 25 ജി ആണ് ഇവിടെ കിട്ടുന്നത്. മൂന്നാമത്തേൽ M1 ഇസ് ഈക്വൽ ടു 10 കിലോഗ്രാം, M2 ഇസ് ഈക്വൽ ടു 30 കിലോഗ്രാം, ഡി ഇസ് ഈക്വൽ ടു 2. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ജി ഇൻറ്റു 10 × 30 ഡിവൈഡഡ് ബൈ 2 × 2. 10ൽ 2 5 പ്രാവശ്യം, 30ൽ 2 15 പ്രാവശ്യം. 5 × 15 75 ജി ആണ് മൂന്നാമത്തെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യനിൽ M1 ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം, M2 എന്ന് പറയുന്നത് 10, ഡി ഇസ് ഈക്വൽ ടു 4. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി ഇൻറ്റു 5 × 10/4 × 4. ഇതിൽ ഒന്നും ക്യാൻസൽ ചെയ്ത് പോകാനില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10ലും 4ലും പൊതുഘടകം എടുത്തു. അങ്ങനെയാണ് മുകളിൽ 5 വന്നേക്കുന്നത് കേട്ടോ. ആർക്കും ഡൗട്ടൊന്നും വേണ്ട. അതായത് 5 × 2 10 വരുന്നത് മുകളിൽ, താഴെ 2 × 2 4 വരുന്നത്. അപ്പോൾ 2ലും പൊതുഘടകമായിട്ട് 2 വരുന്നത് കൊണ്ട് 5ഉം 2ഉം എടുത്തു. അങ്ങനെയാണ് 10 ക്യാൻസൽ ചെയ്തപ്പോൾ 5 വന്നേക്കുന്നതും 4 ക്യാൻസൽ ചെയ്തപ്പോൾ 2 വന്നിരിക്കുന്നു. പൊതുഘടകം എടുത്തിട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? 5 × 5 25, താഴെ 4 × 2 8. 25നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കോളത്തിൽ 3.125 കിട്ടും ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ M1 ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം, M2 ഇസ് ഈക്വൽ ടു 10 കിലോഗ്രാം, ഡി ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 5 × 10 ബൈ 1 × 1. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 × 10 50 ജി ആണ് നമുക്ക് കിട്ടുന്നത് ആൻസർ. ആറാമത്തേൽ M1 ഇസ് ഈക്വൽ ടു 5, M2 ഇസ് ഈക്വൽ ടു 10, ഡി എന്ന് പറയുന്നത് 1/2 ആണ്. ഇക്വേഷനിലേക്ക് വരുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 5 × 10 ഡിവൈഡഡ് ബൈ d² ആണ് അല്ലേ. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 50/1/4. ഇവിടെ 1/4 എന്ന് പറയുന്നത് താഴെ കിടക്കുകയാണ് അല്ലേ, അത് ഹരണമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗുണനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ജി ഇൻറ്റു 50 × 4 എന്ന് കിട്ടും. അപ്പോൾ 50 × 4 എന്ന് പറയുന്നത് 200 ജി ആണ് ഇവിടെ എഫ് വരുന്നത്. താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങാക്കിയാൽ പരസ്പരാകർഷണ ബലം എത്ര മടങ്ങാകും? അതായത് അവ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം എന്ന് പറയുന്നത് 2 മടങ്ങാകും. ഞാനതൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2/d². ഇതിൽ M1 എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ M2 എന്ന് പറയുന്നത് അതിൻ്റെ 2 മടങ്ങ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് 1 × 2 ആയിരിക്കും. അതായത് M2 എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? 2 കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ M1 1 കൊടുത്തേക്കുന്നത് കേട്ടോ, മടങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 × 2 എന്ന് പറയുന്നത് M2 എന്ന് പറയുന്നത് എന്താ? 2M2 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ d² ആണ്. അതായത് 2 × ജി M1 M2/d². അപ്പോൾ നമ്മുടെ ആകർഷണ ബലം എന്ന് പറയുന്നത് എത്ര വരും? 2 മടങ്ങാവും അല്ലേ. 2F ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിൻ്റെ മാസ് 2 മടങ്ങും രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് 3 മടങ്ങും ആക്കിയാലോ എന്ന്. അപ്പോൾ നമുക്കത് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു ജി M1 M2/d². ഇവിടെ ഒരു വസ്തുവിൻ്റെ മാസ് 2 മടങ്ങാണ്, അതായത് 2M1. ഒരു വസ്തുവിൻ്റെ മാസ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് 3 മടങ്ങാണ്, അതായത് 3M2. നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ അത് ജി ഇൻറ്റു 2M1 × 3M2 ഡിവൈഡഡ് ബൈ d². അതായത് 2 × 3 എന്ന് പറയുന്നത് 6 ആണല്ലോ. 6 × ജി M1 M2/d². അതായത് 6F ആണ് നമുക്ക് കിട്ടുന്ന ആകർഷണ ബലം. അതായത് 6 മടങ്ങ് വർദ്ധിക്കും. വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങ് ആക്കിയാലോന്ന്. ഇത്ര നേരം നമ്മൾ മാസം ഇട്ടാണ് കളിച്ചിരുന്നത് അല്ലേ. ഇനി നമ്മൾ അകലത്തിലേക്ക് വരികയാണ്. അകലം എന്ന് പറയുന്നത് 2 മടങ്ങ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2/d². ഡി എന്ന് പറയുന്നത് 2. അപ്പോൾ നമുക്ക് ഡിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ ജി ഇൻറ്റു M1 M2/2d². അതായത് ജി ഇൻറ്റു M1 M2 ഡിവൈഡ് ബൈ 4d². അതായത് 4 താഴെ ആയതുകൊണ്ട് 1/4 ഇൻറ്റു ജി M1 M2/d². അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് 1/4 ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. അടുത്തത് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാകുമ്പോൾ
ഡി ഈസ് ഈക്വൽ ടു 1/2. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d/2 ഓൾ സ്ക്വയർ, അതായത് ജി ഇൻറ്റു m1 m2 ബൈ ഡി സ്ക്വയർ ബൈ 4 മുകളിലേക്ക് വരും അല്ലേ. അതായത് ഹരണം വന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇൻറ്റു ആവുമ്പോൾ 4 ഇൻറ്റു ജി m1 m2 ബൈ ഡി സ്ക്വയർ, അവിടെ എഫ് എന്ന് പറയുന്നത് 4f ആയിട്ട് വരും, അതായത് 4 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1, അതായത് ഡി എന്ന് പറയുന്നത് 1/4. ഇക്വേഷൻ വരുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ d/4 ഓൾ സ്ക്വയർ, അതായത് ജി ഇൻറ്റു m1 m2 ബൈ ഡി സ്ക്വയർ ബൈ 16 മുകളിലേക്ക് വരുമ്പോൾ 16 ഇൻറ്റു ജി ഇൻറ്റു m1 m2 ബൈ ഡി സ്ക്വയർ, അതായത് 16 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.